വചനോദയം. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 3 7 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകര നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളമൊരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. വചന വിചിന്തനം. യേശു എതിർപ്പുകളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു തടസ്സവും സംഭവിക്കുന്നില്ല. യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും തൻ്റെ പക്കലേക്ക് വരുന്ന സകല രോഗികളെയും സൗഖ്യപ്പെടുത്തിക്കൊണ്ടും കടന്നു പോകുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളോട് 3 തരം പ്രതികരണങ്ങളാണ് നാം കാണുന്നത്. ഒന്നാമതായി, യേശുവിൻ്റെ ശിഷ്യന്മാർ വിശ്വസ്തയോടെ യേശുവിനെ അനുഗമിക്കുകയും അവന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ കാണുവാനും അവനിൽ നിന്ന് സൗഖ്യം നേടുവാനും തിരക്ക് കാണിക്കുന്നു. അവർ ഗലീലി, യൂദ, ജെറുസലേം, ഇദുമേയ, ജോർദാന്റെ മറുകര, ടൈർ, സീദോൻ എന്നീ പരിസര പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവർക്ക് യേശുവിൽ താല്പര്യമുണ്ട്, എന്നാൽ അവൻ്റെ ശിഷ്യന്മാരാകുവാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ലാത്തവർ. മൂന്നാമതായി, അശുദ്ധാത്മാക്കൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. ഇത് വിശ്വാസ പ്രഖ്യാപനമല്ല, മറിച്ച് തിന്മയെ നീക്കം ചെയ്യാതിരിക്കുവാൻ യേശുവിനോടുള്ള അഭ്യർത്ഥനയാണ്. ഇവർ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ വഴികൾക്കും എപ്പോഴും തടസ്സം നിൽക്കുന്നവരാണ്. 2 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഇവ നൽകുന്നത്. 1, യേശുവിനോടുള്ള ആകർഷണം എല്ലായ്പ്പോഴും ഒരുവനെ അവൻ്റെ ശിഷ്യനാക്കുന്നില്ല. 2, യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണമെന്നുമില്ല.